ഹലോ ആൾ. ഈ ചാപ്റ്ററിൽ നമ്മൾ വെക്ടർ അനാലിസിസ് ആണ് ഇതുവരെ പഠിച്ചത്. ഇനി നമ്മൾ അതിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അതാണ് കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ബേസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? നിങ്ങൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാറുണ്ട്, അതുപോലെ 3 ഡയമെൻഷണൽ ഒബ്ജക്ട്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാറുണ്ട് അല്ലെ? ക്രിസ്റ്റൽ ലാറ്റിസും അങ്ങനത്തെ സ്ട്രക്ചർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ 3 ഡയമെൻഷണൽ സ്പേസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. ഓക്കെ, എങ്കിലും നമുക്ക് വളരെ ബേസിക് തന്നെ തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സ്ഫിയറിന്റെ ഒക്കെ ഏരിയ 4πr² ആണ്, അതുപോലെ സ്ഫിയറിന്റെ വോളിയം 4/3πr³ ആണ്, അതുപോലെ സിലിണ്ടറിന്റെ സർഫസ് ഏരിയ, സിലിണ്ടറിന്റെ വോളിയം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ഫോർ എക്സാമ്പിൾ സ്ഫിയറിന്റെ വോളിയം 4/3πr³ ആണ്. അത് എന്തുകൊണ്ടായി എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതുപോലെ അതിന്റെ വോളിയം, അതിന്റെ ഏരിയ, അതുപോലെ സിലിണ്ടറിന്റെ ഏരിയ, വോളിയം, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ കവർ ചെയ്യും. അതിന്റെ ബേസിക് തന്നെ തുടങ്ങി നമ്മൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 0 ഡയമെൻഷൻ പറഞ്ഞു തുടങ്ങാം. ഡയമെൻഷൻ എന്നതിനെ കുറിച്ച് നമുക്ക് ചെറിയൊരു ധാരണമാണ്. 0 ഡയമെൻഷൻ എന്നത് ശരിക്കൊരു സാങ്കല്പികമായ കൺസെപ്റ്റ് ആണ്. 0 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു പോയിന്റ് ആണ്, ഒരു വളരെ ചെറിയ പോയിന്റ്. അതിന് ജസ്റ്റ് എന്താ പറയാ, വളരെ ഏറ്റവും ഒതുങ്ങി നിൽക്കുന്ന ഒരു പോയിന്റിനെ നമുക്ക് ശരിക്കും എന്താ പറയാം, 0 ഡിമെൻഷൻ എന്ന് പറയാം. പക്ഷെ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എപ്പോഴും 1 ഡിമെൻഷൻ എന്നാണ് തുടങ്ങുക. എന്താണ് ഈ 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാല്, നമ്മള് ഒരു 10ാം ക്ലാസ് എന്നൊക്കെ പഠിച്ചിട്ട് നമ്പർ ലൈൻ എന്നുള്ളത് അല്ലെ? നമ്പർ ലൈൻ എങ്ങനെയാണ്? 0 സെന്ററിൽ ഉണ്ടാവും, പിന്നെ അതിലെ 1, 2, 3 അങ്ങോട്ട് പോസിറ്റീവ്സും, അതുപോലെ -1, -2, -3 അങ്ങോട്ട് നെഗറ്റീവ്സ് ഉള്ളൊരു നമ്പർ ലൈൻ അല്ലെ? അതിനെയാണ് ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, 1 ഡയമെൻഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോ അത് ഇവിടുന്ന് 0 മുതൽ ഇൻഫിനിറ്റി വരെ അങ്ങോട്ടേക്കും, ഇവിടുന്ന് 0 മുതൽ -∞ വരെ ഇങ്ങോട്ടേക്കും പോകുന്നു അല്ലെ? എ കണ്ടിന്യൂം ഓഫ് നമ്പേഴ്സ് ആണത് അല്ലെ? കണ്ടിന്യൂം ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലെ? അതിനകത്ത് ഓരോ പോയിന്റും യുണീക്ക് ആണ് അല്ലെ? ഇപ്പൊ 0 യുണീക്ക് ആണ്, 0 കഴിഞ്ഞിട്ടുള്ള പോയിന്റ് യുണീക്ക് ആണ്, 1 യുണീക്ക് ആണ്, അതുപോലെ ഇങ്ങോട്ടേക്ക് വന്നാൽ -1, -2 അതൊക്കെ എന്താണ്, യുണീക്ക് പോയിന്റ്സ് ആണ് അല്ലെ? അപ്പൊ അതാണ് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് 1 ഡയമെൻഷൻ ആയിട്ട് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇനി ഇതേപോലത്തെ നമ്പർ ലൈനെ, ഈ നമ്പർ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, മറ്റൊരു നമ്പർ ലൈൻ കൂടെ വെക്കുകയാണ്, കോയിൻസൈഡിങ് ദി സീറോസ്. ഇതിന്റെ രണ്ടിന്റെയും സീറോസ് കോയിൻസൈഡ് ചെയ്തുകൊണ്ട് ഞാനൊരു നമ്പർ ലൈനും കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുകയാണ്. ഓക്കെ, അതിനെ നമുക്ക് 2 ഡയമെൻഷൻ എന്ന് പറയാം. അത് 2 നമ്പർ ലൈൻ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഒന്നിനെ X എന്നും ഒന്നിനെ Y എന്നും പേര് കൊടുക്കും. ഈ ഒരു 2 ഡയമെൻഷണൽ സ്പേസിൽ ഒരു നമ്പർ ലൈൻ കൂടെ വന്നു. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് സ്പെസിഫൈ ചെയ്യാൻ എന്ത് വേണം, 2 നമ്പർ വേണം അല്ലെ? 1 along the first number line and 1 along the second number line അല്ലെ? അപ്പൊ ഒരു പോയിന്റ് പറയാൻ വെച്ചാൽ നമുക്ക് എങ്ങനെ പറയാം, 1, 2 എന്ന് പറയാം. ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് 1, 2 എന്ന് എഴുതാം അല്ലെ? അത് നമുക്ക് ഓർഡേർഡ് പെയർ എന്ന് വിളിക്കാം. ഓർഡേർഡ് പെയർ ആണ്, ജോഡികളാണ് അല്ലെ? അതുപോലത്തെ ഓരോ പോയിന്റും എന്താണ്, ഈ പ്ലെയിനിൽ യുണീക്ക് ആണ് അല്ലെ? നേരത്തെ ഒരു ആക്സിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ എന്തായി, ഒരു പ്ലെയിൻ ആയി അല്ലെ? അപ്പൊ അതിനെ നമുക്ക് ഓർഡേർഡ് പെയർ എന്ന് വിളിക്കാം. അപ്പൊ അതുപോലത്തെ ഓരോ പോയിന്റും എന്താണ്, സ്പേസിൽ യുണീക്ക് ആണ്. ക്ലിയർ ആയോ? ഇനി ഇതുപോലത്തെ ഒരു നമ്പർ ലൈനും കൂടെ ഞാൻ ആഡ് ചെയ്യാണ്, ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെ? അങ്ങനെ ഞാൻ ആഡ് ചെയ്താൽ അതിന് ഞാൻ മൂന്നാമത്തെ ഒരു ആക്സിസ് എന്ന് പറയാം. അപ്പൊ നമ്മൾ നേരത്തെ X എടുത്തു, Y എടുത്തു, ഇനി ഒരു Z ആക്സിസും കൂടെ വരും. അതിനും ഇതുപോലെ എന്താണ്, 0 കോയിൻസൈഡ് ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട് അല്ലെ? അപ്പോ ഈ ഒരു 3 ഡയമെൻഷണൽ സ്പേസ്, 2 ഡയമെൻഷണൽ സ്പേസ് ആണ് നമ്മൾ ഇതിനെ ക്വാഡ്രൻസ് എന്ന് പറയാം അല്ലെ? ഒന്നിങ്ങനെയും ഒന്നിങ്ങനെയും അല്ലെ? അതിന് നമ്മൾ 4 ക്വാഡ്രൻസ് ആയിട്ട് പറയും. ഇനി ഒരു ലൈനും കൂടെ വന്നാൽ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻ ആയി കഴിഞ്ഞാൽ എന്താണ്, അത് നമുക്ക് 8 ഭാഗമുണ്ട്. അതിനെ ഒക്ടൻസ് എന്ന് പറയാം അല്ലെ? ഒക്ടൻസ് എന്ന് പറയാം. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി ഇതിന്റെ ഡെപ്തിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വളരെ ബേസിക് ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ സിസ്റ്റം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയാം. എന്താ പറയാ? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അത് നമ്മൾ സാധാരണയായി X, Y, Z എന്നുള്ള ഒരു പെയർ കൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്. ഇതിനെ ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്ന് പറയാം. നമ്മൾ 2 ഡയമെൻഷനിൽ ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇതിനെ നമുക്ക് ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്ന് പറയാം അല്ലെ? സ്പേസിലെ ഒരു പോയിന്റിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അതിന് 3 കോർഡിനേറ്റ്സ് വേണം. ഒരു X-ലും, ഒന്ന് Y-ലും, ഒന്ന് Z-ലും. അങ്ങനെയാണ് നമുക്ക് ഒരു പോയിന്റിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ?
ഇതിനകത്ത് ഞാൻ സ്പേസിലെ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ 3 പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് ചൂസ് ചെയ്യുന്നത്. ഒന്ന് എക്സ്, ഒന്ന് വൈ, ഒന്ന് സെഡ്. അതിനെ എക്സ് വൈ സെഡ് എന്ന ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഏത് കോർഡിനേറ്റ് സിസ്റ്റത്തിലും ജനറൽ ആയിട്ട് പറയാറുള്ളത് Q1, Q2, Q3 ആണ്. ഓക്കെ, നമുക്ക് ജനറൽ ആയിട്ട് പറയാം. കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ജനറൽ ആയിട്ട് ഇങ്ങനെ Q1, Q2, Q3 എന്ന് പറയാം. ഇപ്പൊ കാർട്ടീഷ്യൻ ആകുമ്പോൾ എന്താണ് എക്സ് വൈ സെഡ്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം. ഇനി ഇതിൽ ബേസിക് ആയിട്ട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത് റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം ആണ്. എന്താ റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ എക്സിന്റെ പോസിറ്റീവിൽ നിന്നും റൈറ്റ് ഹാൻഡ് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഒരു പോയിന്റ് നമ്മൾ എക്സിന്റെ പോസിറ്റീവിലേക്കും ഒരു പോയിന്റ് നമ്മൾ വൈന്റെ പോസിറ്റീവിലേക്കും കൊടുക്കുക. അങ്ങനെ നമ്മൾ 4 ഫിംഗർ ഇതുപോലെ പൊക്കി കഴിഞ്ഞാൽ 4 ഫിംഗർ എന്തായിരിക്കും സെഡിന്റെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും 2 ആക്സിസിലേക്ക് നമ്മൾ തമ്പും 4 ഫിംഗറും വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഫിംഗർ എങ്ങോട്ടാണ്ടാവുക, അടുത്ത 3ാമത്തെ ആക്സിസിന്റെ പോസിറ്റീവിലേക്കായിരിക്കും. അതുപോലെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ കോർഡിനേറ്റ് സിസ്റ്റം ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പം ഇനി ഏതെടുത്താലും ഇപ്പൊ ഇത് വൈ എടുത്തു, ഇത് സെഡ് എടുത്തു, അതിനനുസരിച്ച് എക്സ് എങ്ങോട്ടാവും, ഇങ്ങോട്ടാക്കും. പ്ലെയിനിൽ നിന്ന് പുറത്തേക്കായിരിക്കും എക്സിന്റെ പോസിറ്റീവ്. ഓക്കെ, അതാണ് റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സിന് എനിക്ക് എക്സ് വൈ സെഡ് എന്ന് പറയാം അല്ലേ? അതെങ്ങനെയാ പോവാ? നമ്മൾ ആ പോയിന്റിലേക്ക് എങ്ങനെയാ പോവാ? നമ്മള് എക്സിലൂടെ കുറച്ച് ഡിസ്റ്റൻസ് പോവും, പിന്നെ വൈയിലൂടെ കുറച്ച് ഡിസ്റ്റൻസ് പോവും, പിന്നെ സെഡിലൂടെ കുറച്ച് ഡിസ്റ്റൻസ് പോവും അല്ലേ? അങ്ങനെയാണ് നമ്മൾ ആ പോയിന്റിലേക്ക് എത്തുക. ക്ലിയർ ആയോ? അപ്പം അതുപോലെ 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു പോയിന്റ് ആണ് എക്സ് വൈ സെഡ് എന്നുള്ളത്. അതിന് നമുക്ക് ഒരു പൊസിഷൻ വെക്ടർ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. എന്താ പൊസിഷൻ വെക്ടർ? ആ പോയിന്റിന്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യുന്ന വെക്ടർ ആണ് എന്ത്? പൊസിഷൻ വെക്ടർ. അതിന് നമ്മൾ സാധാരണ ആർ എന്ന് പറയും. അതിനെ എക്സ് ഡയറക്ഷനിൽ എക്സ് ദൂരം പോയി, വൈ ഡയറക്ഷനിൽ വൈ ദൂരം പോയി, സെഡ് ഡയറക്ഷനിൽ സെഡ് ദൂരം പോയി അല്ലേ? അപ്പൊ ഇതാണ് പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓരോ കോർഡിനേറ്റ് സിസ്റ്റത്തിലും നിങ്ങൾ ആ കാര്യം വളരെ കൃത്യമായിട്ട് പഠിക്കണം. എങ്കിൽ നമുക്ക് അടുത്ത ഭാഗങ്ങൾ വളരെ സിമ്പിൾ ആയിരിക്കും. അത് ഞാൻ ആദ്യമായി പറയാൻ പോകുന്ന സംഗതിയാണ് ലെങ്ത് എലമെന്റ്സ്. എന്താണ് ലെങ്ത് എലമെന്റ്സ്? അതിന് ഞാൻ DL1, DL2, DL3 എന്ന് പറഞ്ഞു, അതുകൊണ്ട് സൂചിപ്പിച്ചു. ഓക്കെ, ഇവിടെ Q1, Q2, Q3 എന്ന് പറഞ്ഞ പോലെ അവിടെ DL1, DL2, DL3. DL1 എന്ന് പറഞ്ഞാൽ ലെങ്ത് അലോങ് ഫസ്റ്റ് ആക്സിസ്, DL2 ലെങ്ത് അലോങ് സെക്കൻഡ് ആക്സിസ്, അതുപോലെ തേർഡ് ആക്സിസ്. ഓക്കെ, ഇനി എന്താണ് ലെങ്ത് എലിമെന്റ് എന്ന് പറഞ്ഞാല്, ഞാൻ ഒറിജിനിൽ നിൽക്കുക, എന്നിട്ട് ഓരോ ഡിറക്ഷനിലും വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യുക. ഓരോ ആക്സിസിലൂടെയും വളരെ ചെറിയ ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ പോയിന്റ് നിന്നിട്ട് എക്സിലൂടെ വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? DX അല്ലെ? അപ്പം DL1 എന്ന് പറഞ്ഞ എന്താണ്? DX along X cap. അതുപോലെ DL2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആക്സിസ് വൈയിലൂടെ എനിക്ക് നീങ്ങാവുന്ന ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്, അതാണ് എന്ത്? DY അല്ലെ? അപ്പൊ എന്താവും? DY Y cap. ക്ലിയർ ആയോ? ഇനി അതുപോലെ സെഡിലൂടെ എനിക്ക് നീങ്ങാവുന്ന മൂന്നാമത്തെ ആക്സിസ് ആണ് DL3 അല്ലെ? Z ഡയറക്ഷനിൽ എനിക്ക് നീങ്ങാവുന്ന ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എന്താണ്? DZ അല്ലെ? അപ്പോ DZ along Z cap എന്ന് പറയും. ഇതിപ്പോ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷേ ഇനി ഇതിന്റെ ഉപകാരം നമുക്ക് അടുത്ത കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് പഠിക്കാണ്ട് അതിന് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ചെറിയ ഒരു വെക്ടറിനെ ഇൻഫിനിറ്റിസിമൽ വെക്ടർ എന്ന് പറയാം അല്ലെ? അതിന്റെ ഏറ്റവും ചെറിയ ലെങ്ത് വെക്ടറിനെ എനിക്ക് DL എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? DX X cap plus DY Y cap plus DZ Z cap എന്ന് പറയാം അല്ലെ? ആ സിസ്റ്റത്തിൽ കിട്ടുന്ന ഒരു ചെറിയ വെക്ടറിനെ എനിക്ക് എങ്ങനെ പറയാം? We moved a distance DX along X cap, DY along Y cap and DZ along Z cap അല്ലെ? അപ്പൊ ഇങ്ങനെ അതിനെ റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തെ ഏതൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലും ഞാൻ രണ്ടാമതായി പറയുന്ന ഒരു സംഗതിയാണെന്ത്? മെട്രിക് എലമെന്റ്. മെട്രിക് എലമെന്റ്സ്. മെട്രിക് എലമെന്റ്സിനെ ഞാൻ H1, H2,
H3 എന്ന് പറഞ്ഞ 3 പോയിന്റ് കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെ, മെട്രിക് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് അർത്ഥം. അപ്പോ മെട്രിക് എലമെന്റ്സിനെ ഞാൻ H1, H2, H3 കൊണ്ടാണ് സൂചിപ്പിക്കുക. കോർഡിനേറ്റ്സിനെ Q1, Q2, Q3, ലെങ്ത് എലമെന്റിനെ DL1, DL2, DL3. അതുപോലെ മെട്രിക് എലമെന്റ്സിനെ ഞാൻ H1, H2, H3 കൊണ്ട് സൂചിപ്പിക്കും. ക്ലിയർ ആയോ? എന്താണ് മെട്രിക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ? They are the coefficients of length elements. അല്ലേ? ലെങ്ത് എലമെന്റ്സിന്റെ കോഎഫിഷ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? മെട്രിക് എലമെന്റ്സ് എന്ന് പറയാം. അല്ലേ? അപ്പൊ ഒന്നാമത്തെ ലെങ്ത് എലമെന്റ് എന്താ? dx. രണ്ടാമത്തെ എന്താ? dy. മൂന്നാമത്തെ എന്താ? dz. അപ്പൊ dx ന്റെ കോഎഫിഷ്യന്റ് എന്താ? 1. dy ന്റെ കോഎഫിഷ്യന്റ് എന്താ? 1. dz എന്താ? 1. അതിന്റെ കൂടെ വേറെ ഒന്നുമില്ലല്ലോ. 2dx എന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ 3dx എന്നുണ്ടോ? ഇല്ല. 1dx, 1dy, 1dz ആണ്. അതുകൊണ്ട് കാർട്ടീഷ്യൻ സിസ്റ്റത്തിലെ മെട്രിക് എലമെന്റ്സ് എന്താണ്? H1, H2, H3 ഈക്വൽ ടു 1, 1, 1. ക്ലിയർ ആയോ? അതാണ് മെട്രിക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ. അല്ലേ? They are the coefficients of length elements. അല്ലേ? അതാണ് മെട്രിക് എലമെന്റ്സ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഏരിയ എലമെന്റ്സ് ആണ്. എന്താണ്? ഏരിയ എലമെന്റ്സ്. ഏരിയ എലമെന്റ്സ് എന്താ? ഏരിയ എലമെന്റ്സ് എന്ന് പറഞ്ഞാല് നമുക്കിവിടെ 3 ആക്സിസ് ഉണ്ട്. ഒരു എക്സ് ആക്സ്, ഒരു വൈ ആക്സ്, ഒരു സെഡ് ആക്സ്. അങ്ങനെ 3 ആക്സിസ് ഉണ്ട്. ഓക്കെ, ഇനി ഏരിയ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു സ്കെയിലാർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ നമുക്ക് തൽക്കാലം അതിനൊരു ഡയറക്ഷൻ കൊടുക്കാം. ഓക്കെ, അത് വെക്ടർ അല്ല, പക്ഷെ നമുക്ക് അതിനൊരു ഡയറക്ഷൻ കൊടുക്കാം. ഇപ്പൊ ഈ ഒരു പ്ലെയിനാന്ന് കരുതുക. ഈ ഒരു പ്ലെയിന് ഒരു ഏരിയയാണ്. അല്ലെ? അതിന് 2 ഡയറക്ഷൻ ഉണ്ട്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ടേക്കും പെർപെൻഡിക്കുലർ ആയിട്ട് അങ്ങോട്ടേക്കും ഒരു ഡയറക്ഷൻ ഉണ്ട്. അല്ലെ? ആ ഡയറക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഏരിയനെ പറയാറുള്ളത്. അതുകൊണ്ട് നമ്മൾ ഏരിയനെ ഒരു വെക്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞത്. വെക്ടർ അല്ല, പക്ഷെ വെക്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്റെ ഈ കൈ കാണിച്ചാല് ഇതൊരു ഏരിയയാണ്. അല്ലെ? ഇതിന് ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാന്നാ പറയാം? പുറത്തേക്ക്. അല്ലെ? ഒരു ബുക്ക് ആണെങ്കിൽ ആ ബുക്കിന്റെ പുറത്തേക്ക് ഇങ്ങോട്ടൊരു ഏരിയ, അതുപോലെ ഇങ്ങോട്ടൊരു ഏരിയ. അല്ലെ? ഏരിയന്റെ ഡയറക്ഷൻ എങ്ങനെയാ പറയാ? ആ പ്ലെയിനിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ. അങ്ങനെയാണ് നമ്മൾ ഏരിയയുടെ ഡയറക്ഷൻ പറയാം. ക്ലിയർ ആയോ? ഈ ബോർഡാണെങ്കിൽ ഈ ബോർഡിൽ നിന്നും പുറത്തേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ. അല്ലെ? അങ്ങനെ ഏത് സർഫസ് കൺസിഡർ ചെയ്താലും അതിൽ നിന്നും പുറത്തേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു എന്താ പറയാ? യൂണിറ്റ് വെക്ടർ. അതിനാണ് നമ്മൾ ഏരിയന്റെ ഡയറക്ഷൻ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഏരിയനെ ഒരു വെക്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഏരിയ എലമെന്റ്സ് എന്താന്ന് പറയാം. നോക്കാം. ഇവിടെ എക്സ്, വൈ, സെഡ് ആക്സിസ് ഉണ്ട്. ഓക്കെ, ഇനി ഇത് 2 ഡയമെൻഷൻ എന്ന് എഴുതുക. വൈയും സെഡും മാത്രമേ ഉള്ളൂ എന്ന് എഴുതുക. അപ്പൊ വൈ സെഡ് പ്ലെയിനിൽ ഒരു പോയിന്റ് ഉണ്ട് എഴുതുക. വൈ സെഡ് പ്ലെയിനിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എഴുതുക. അപ്പൊ എന്തുണ്ടാവും? ഇങ്ങനെ ഒരു ഏരിയ ഫോം ചെയ്യില്ലേ? അല്ലെ? ഇങ്ങനെ ഒരു ഏരിയ ഫോം ചെയ്യില്ലേ? വൈ സെഡ് പ്ലെയിനിൽ ഒരു പോയിന്റ് ഇട്ടാല് ഇങ്ങനെ ഒരു ഏരിയ. അല്ലെ? ഇതിന്റെ ഏരിയ, പിന്നെ ആ ഏരിയക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിലാണ് പോവുക? എക്സ് ഡയറക്ഷനിൽ. അല്ലെ? ഇപ്പൊ ഈ പ്ലെയിന്, ഈ ബോർഡിന്റെ പ്ലെയിൻ എന്താണ്? വൈ സെഡ് പ്ലെയിൻ ആണ്. അല്ലെ? ആ വൈ സെഡ് പ്ലെയിനിൽ ഞാനൊരു പോയിന്റ് ഇട്ട് അത് ജോയിൻ ചെയ്താൽ എനിക്കൊരു ഏരിയ ഫോം ചെയ്യുന്നുണ്ട്. ആ ഏരിയന്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാ പറയാന്ന് പറഞ്ഞേ? അതിനൊരു പെർപെൻഡിക്കുലർ വരക്കാം. അല്ലെ? അതിന് പെർപെൻഡിക്കുലർ വരച്ചാൽ അത് എങ്ങോട്ടാ ഡയറക്ഷൻ ഉണ്ടാവുക? നേരെ എക്സ് ഡയറക്ഷൻ. അതുകൊണ്ട് വൈയും സെഡിന്റെയും ഏരിയന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? എക്സിലേക്ക്. അതുപോലെ നമ്മൾ എക്സ് സെഡ് പ്ലെയിനിൽ ഒരു ഏരിയ കൺസിഡർ ചെയ്യാൻ എടുക്കാം. എക്സ് സെഡ് പ്ലെയിനിൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അല്ലെ? എക്സ് ഇങ്ങോട്ടേക്കല്ലേ? അപ്പൊ എക്സ് സെഡ് പ്ലെയിനിൽ ഞാനൊരു ഏരിയ കൺസിഡർ ചെയ്താൽ ഇങ്ങനെയല്ലേ? അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കേട്ടാ ഒന്നുകിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. അല്ലെ? ഇങ്ങോട്ട് പോസിറ്റീവ്, ഇങ്ങോട്ട് നെഗറ്റീവ്. ഇങ്ങോട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതേ ഡയറക്ഷൻ വൈ ആണ്. ക്ലിയർ ആയോ? ഇനി അതുപോലെ മൂന്നാമത്തെ എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞതല്ലേ? ഇതിലൊരു ഏരിയ ഉണ്ടെന്ന് കരുതുക. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെക്ടർ വരച്ചാൽ അങ്ങോട്ട് പോവാ? മുകളിലേക്ക്. അത് ഏതാ ഡയറക്ഷൻ? സെഡ് ഡയറക്ഷൻ. അല്ലെ? ഇത് നമുക്ക് ബേസിക് എന്നേ അറിയാമെന്ത്, വളരെ ചെറുപ്പം മുതലേ അറിയാമെന്ത്, ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണെന്ന്. അല്ലെ? അപ്പൊ എനിക്ക് വൈ ഡയറക്ഷനിലുള്ള ഏരിയ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എക്സിലെയും സെഡിലെയും ലെങ്ത്തുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ സെഡ് ഡയറക്ഷനിലുള്ള ഏരിയ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എക്സിലെയും വൈയിലെയും ലെങ്ത്തുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അതുപോലെ എക്സ് ഡയറക്ഷനിലുള്ള ഏരിയ കിട്ടാൻ വൈയിലെയും സെഡിലെയും ലെങ്ത് എലിമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെ? അതുകൊണ്ട് എനിക്കിവിടെ ഡി എസ്, ഇതിന് ഞാൻ ഡി എസ് അല്ലെങ്കിൽ ഡി എ എന്ന് പറയും. എന്താ പറയാ? ഡി എസ് അല്ലെങ്കിൽ ഡി എ. ഡി എം പറയാം, ഡി എസും പറയാം. ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയാറുണ്ട്, ഇന്റഗ്രൽ ഡി എ എന്ന് പറയാറുണ്ട്.
അപ്പം ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ഡയറക്ഷനില്ലേ, അതുകൊണ്ട് ഇവിടെ 3 ഏരിയ ഉണ്ടാവില്ലേ. ഏതൊക്കെ? ഒന്ന് എക്സ് ഡയറക്ഷനില്, ഒന്ന് വൈ ഡയറക്ഷനില്, ഒന്ന് സെഡ് ഡയറക്ഷനില് 3 ഏരിയ ഉണ്ടാവില്ലേ അല്ലെ. എക്സ് ഡയറക്ഷനിൽ എങ്ങനെയാ ഉണ്ടാവുക? എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കേട്ടേക്കല്ലേ. എക്സ് ഡയറക്ഷനിൽ ഏരിയ കിട്ടാനൊക്കെ എന്ത് ചെയ്താൽ മതി? സെഡിലെയും വൈയിലെയും ലെങ്തിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വൈയിലെ ലെങ്ത് ഏതാണ്? ഡി വൈ. സെഡിലെ ലെങ്ത് ഏതാ? ഡി സെഡ്. അപ്പം എക്സിലെ കിട്ടാന് ഡി വൈ ഡി സെഡ് എലോങ് എക്സ് ക്യാപ്. അതാണ് എക്സ് ഡയറക്ഷനിലുള്ള ഏരിയ. ഇനി വൈയിലെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വൈയിലുള്ള ഏരിയ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? സെഡിലെ എലിമെന്റിനെയും അതുപോലെ എക്സിലെ എലിമെന്റിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. വൈ അല്ലേ. അപ്പം ഡി എക്സ് ഇൻറ്റു ഡി സെഡ് അല്ലേ. ഡി എക്സ് ഡി സെഡ് വൈ ക്യാപ് അല്ലേ. ഇത് ഒരുമിച്ച് എഴുതാനേ. ഡി വൈ ഡി സെഡ് എക്സ് ക്യാപ്, ഡി എക്സ് ഡി സെഡ് വൈ ക്യാപ്. ഇനി സെഡിലേത് നോക്കേണ്ട ആവശ്യമില്ല അല്ലെ. സെഡ് അല്ലേ. അപ്പൊ എന്താണ്? ഡി എക്സ് ഡി വൈ സെഡ് ക്യാപ് എന്ന് വരും അല്ലെ. ഇതാണ് എന്ത്? ഏരിയ എലിമെന്റ്. അപ്പോൾ ഏതൊരു 3 ഡയമെൻഷണൽ സിസ്റ്റത്തിനും 3 ഏരിയ ഉണ്ടാവും. ഏതിലൊക്കെ? 3 ആക്സിസിലൂടെ. ഒരു ആക്സിസിലൂടെയുള്ള ഏരിയ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ബാക്കി 2 ആക്സിസിലെ ലെങ്ത്തുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ ഫോർമുല അല്ലേ. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് നമ്മുടെ ഏരിയ എലിമെന്റ്സ്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ ഏരിയ ഓരോ സർഫസിന്റെയും ഓരോ സ്ട്രക്ചറിന്റെയും ഏരിയ ഒക്കെ നമ്മൾ കണ്ടെത്തുന്നു. ഞാൻ പറഞ്ഞു സ്ഫിയറിന്റെ സിലിണ്ടറിന്റെ ഒക്കെ ഏരിയ നമ്മൾ കണ്ടെത്തുന്നല്ലേ. അപ്പൊ നമുക്ക് ബേസിൽ നിന്ന് തുടങ്ങാം അല്ലെ. ഒരു കാർട്ടീഷ്യൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ശരിക്കും ഒരു ക്യൂബോയിഡ് ആണ് അല്ലെ. ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും ഒരു ഹൈറ്റും ഉള്ള ഒരു ബോക്സ് അല്ലെ. അതിനെ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാം. ഇപ്പോൾ സിലിണ്ടറിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ അല്ലേ. സ്ഫെറിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയർ അല്ലേ. അതുപോലെ കാർട്ടീഷ്യൻ സിസ്റ്റം എന്താണ്? ഒരു ക്യൂബോർഡിനേറ്റ് നമുക്ക് താരതമ്യം ചെയ്യാം. ഓക്കെ. അപ്പോ നമ്മൾ ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടെന്ന് കരുതുക. ഓക്കെ. അതിന്റെ ഏരിയ നമ്മൾ കണ്ടു. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ള ഏരിയ കാണുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ സാധാരണ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് അല്ലേ പറയാം. ഓക്കെ. അപ്പൊ എക്സ് ഡയറക്ഷനിലാണ് ഇതിന്റെ ലെങ്ത് എന്ന് കരുതുക. ഓക്കെ. അതുപോലെ വൈ ഡയറക്ഷനിലാണ് ഇതിന്റെ ബ്രെഡ്ത്ത് എന്ന് കരുതുക. സെഡ് ഡയറക്ഷനിലാണ് ഇതിന്റെ ഹൈറ്റ് എന്ന് കരുതുക. ഓക്കെ. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, അത് ഞാൻ വരക്കുന്നില്ല. ആ ബോക്സിന്റെ ലെങ്ത് എൽ ആണ്, എക്സിലാണ്. ബ്രെഡ്ത്ത് ബി ആണ്, അത് വൈയിലാണ്. ഹൈറ്റ് എച്ച് ആണ്, അത് സെഡ് ഡയറക്ഷനിലാണ്. ഓക്കെ. അങ്ങനെ ഒരു ബോക്സ് ഇവിടെ ഉണ്ട്. ഓക്കെ. ഇനി എനിക്ക് ഏരിയ എലോങ് സെഡ് കാണണം. ഓക്കെ. ഏരിയ എലോങ് സെഡ്. ഏരിയ എലോങ് സെഡ് എവിടെയാണ്? ഇതാണ് അല്ലെ. അപ്പം ഏരിയ എലോങ് സെഡ് എങ്ങനെയാ കാണുക? ഇത് ഡി എസ് ഈക്വൽ ടു ഡി എക്സ് ഡി വൈ സെഡ് ക്യാപ് അല്ലേ. അല്ലെ. ഏരിയ എലോങ് സെഡ് എന്ന് പറഞ്ഞാല് ഡി എക്സ് ഡി വൈ സെഡ് ക്യാപ് അല്ലേ. അല്ലെ. ഇനി എനിക്ക് ഈ ഒരു ടോട്ടൽ സ്ട്രക്ചറിന്റെ ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് ബി ഉള്ള ഒരു ബേസ് ഉണ്ടല്ലോ, അതിന്റെ മൊത്തം ഏരിയ കാണണം. മൊത്തം ഏരിയ കാണാൻ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലെ. ടോട്ടൽ ഏരിയ എ ഈക്വൽ ടു എങ്ങനെയാ പറയാ? ഇന്റഗ്രൽ ഡി എസ് അല്ലെ. ഇന്റഗ്രൽ ഡി എസ് അല്ലെ. ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ ഡി എക്സ് ഡി വൈ സെഡ് ക്യാപ് അല്ലെ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉണ്ട്, വിത്ത് റെസ്പെക്ട് ടു വൈ ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ ശരിക്കുന്നുണ്ട് ഡബിൾ ഇന്റഗ്രൽ ഉണ്ട് അല്ലെ. 2 ഇന്റഗ്രൽ ഉണ്ട്. ഓക്കെ. ഞാൻ എ ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എക്സ് ഇന്റഗ്രൽ ഡി വൈ സെഡ് ക്യാപ് എന്ന് കൊടുത്തു. ഓക്കെ. ഇനി എക്സിന്റെ ലിമിറ്റ് എങ്ങനെയാ? എക്സ് എവിടെ നിന്ന് എങ്ങോട്ടാ വരുന്നത്? 0 മുതൽ എൽ വരെ. 0 ടു എൽ ആണെന്ത്? ആ ബോക്സിന്റെ ലെങ്ത്. അതുകൊണ്ട് എക്സ് ലിമിറ്റ് 0 ടു എൽ കൊടുത്തു. ഇനി വൈന്റെ വേരിയേഷൻ എങ്ങോട്ടാ? 0 ടു ബി. ബ്രെഡ്ത്ത് ബി അല്ലേ. അപ്പൊ 0 ടു ബി കൊടുത്തു അല്ലെ. അപ്പം 0 ടു ബി എന്ന് കൊടുത്തു അല്ലെ. അത് ക്ലിയർ ആണല്ലോ അല്ലെ. ഈ ഒരു പോയിന്റും അതുപോലെ ഈ ഒരു പോയിന്റും അതുപോലെ ഈ ഒരു പോയിന്റും അല്ലെ. അത് 3 നോക്കിയാൽ മതി അല്ലെ. ഇത് എക്സ് ആക്സിസിലല്ലേ അല്ലെ. അപ്പൊ ഈ പോയിന്റ് ഈ പോയിന്റ് എന്താണ്? എൽ അല്ലെ. എക്സില് എൽ അല്ലെ. ഇത് വൈയില് ബി, ഇത് സെഡില് എച്ച്. അപ്പൊ ലിമിറ്റ് അങ്ങനെ കൊടുത്തു. ഇനി ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ എ ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ ഡി എക്സ് എക്സ് അല്ലേ അല്ലെ. എക്സ് എന്ന് കൊടുത്തു. ലിമിറ്റ് എന്താണ്? 0 ടു എൽ ഇൻറ്റു ഇന്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ അല്ലെ. 0 ടു ബി അലോങ് സെഡ് ക്യാപ്. അപ്പൊ എ ഈക്വൽ ടു എങ്ങനെ വരിക? ലിമിറ്റ് കൊടുത്താല് എൽ മൈനസ് 0 ഇൻറ്റു ബി മൈനസ് 0 എന്ന് കൊടുത്തു അല്ലെ. എക്സിന് എൽ കൊടുക്കാം,
പിന്നെ എക്സിൽ 0 കൊടുക്കുക. അപ്പൊ L - 0 L. അതുപോലെ ഇവിടെ B - 0 B അല്ലെ. അപ്പോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് കിട്ടും അല്ലെ. ഇതാണ് ശരിക്കും ഒരു റെക്ടാംഗിളിന്റെ ഏരിയ. ഇത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഈ മെത്തേഡ് ഇങ്ങനെയാണ് ചെയ്യാന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏരിയ അലോങ് Z ഡയറക്ഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ. ഇനി നമ്മള് Y ഡയറക്ഷനിലും X ഡയറക്ഷനിലും നമുക്ക് ഇതുപോലെ കാണാം. സെയിം ഫോർമുലയാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നമ്മൾ സാധാരണ പഠിച്ച ഫോർമുലയാണ്. ഇനി Y ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ Y ഇങ്ങോട്ടാണ് അല്ലെ. അപ്പൊ Y കിട്ടാൻ എന്ത് ചെയ്യാൻ മതി? ലെങ്ത് ഇൻറ്റു H കാണിച്ചാൽ മതി അല്ലെ. ലെങ്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെ. അതുപോലെ X ഡയറക്ഷനിൽ കാണാൻ എന്ത് ചെയ്യാൻ മതി? ബാക്കി രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യാൻ മതി. ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെ. ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഏത് ഡയറക്ഷനിലുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ആ ഇന്റഗ്രേഷൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഇതെന്നെ കിട്ടില്ലേ നോക്കുക. ഓക്കെ, ജസ്റ്റ് ആ ലിമിറ്റ് അപ്ലൈ ചെയ്താണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. ഇങ്ങനെയാണ് നമുക്ക് ഏരിയ കിട്ടുക. അപ്പൊ അതാണ് ഏരിയ എലമെന്റ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്തത് വോളിയം എലമെന്റ്സ് എന്താ നോക്കാം. നാലാമത്തത് അല്ലെ, വോളിയം എലമെന്റ്സ്. വോളിയം എലമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ കിട്ടുന്ന ഒരു ഏറ്റവും ചെറിയ വോളിയം. നമ്മൾ 3 ആക്സിസിലൂടെയും നീങ്ങാം. എക്സിലൂടെയും വൈയിലൂടെയും സെറ്റിലൂടെയും കുറച്ച് ഡിസ്റ്റൻസ് നീങ്ങിക്കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ വോളിയത്തിന് നമുക്ക് എന്താ പറയാം? വോളിയം എലമെന്റ് എന്ന് പറയാം അല്ലെ. വോളിയം എലമെന്റ് നമ്മൾ സാധാരണ dv അല്ലെങ്കിൽ dτ കൊണ്ട് സൂചിപ്പിക്കും. എന്താണ് dv അല്ലെങ്കിൽ dτ അല്ലെ. dτയും പറയാം dvയും പറയാം. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ dτ ആണ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. പക്ഷെ നിങ്ങളിപ്പോ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്ന dv ആയതുകൊണ്ട് ഞാൻ dv തന്നെ പറയാണ്. ഓക്കെ, വോളിയം എങ്ങനെ കിട്ടുക? എക്സിലും വൈയിലും സെറ്റിലും ഒരു ചെറിയ ഡിസ്റ്റൻസ് നീങ്ങിയാൽ നമുക്കൊരു ചെറിയ വോളിയം കിട്ടൂലേ. അതിന്റെ ഷേപ്പ് എന്താവും? ഒരു ക്യൂബ് തന്നെ ആവും അല്ലെ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എക്സില് dx നീങ്ങി, വൈയില് dy നീങ്ങി, സെറ്റില് dz നീങ്ങി അല്ലെ. dx ഇൻറ്റു dy ഇൻറ്റു dz ചെയ്താൽ നമുക്ക് കിട്ടും? നമുക്ക് അവിടെ ഒരു ചെറിയ വോളിയം കിട്ടും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്യൂബിന്റെ വോളിയം കാണാം. ക്യൂബിന്റെ വോളിയം നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. എങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് ഇതിന്റെ ഇങ്ങനെ നമ്മൾ ഒരു ഫുൾ ലെങ്ത് നീങ്ങുന്നില്ല. എക്സിൽ നമ്മൾ L ഡിസ്റ്റൻസ് നീങ്ങി, വൈയില് B ഡിസ്റ്റൻസ് നീങ്ങി, അതുപോലെ സെറ്റില് H ഡിസ്റ്റൻസ് നീങ്ങി എഴുതുക. അപ്പൊ നമുക്കൊരു ക്യൂബോയിഡ് കിട്ടൂലേ. അതിന്റെ വോളിയം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ടോട്ടൽ വോളിയം എന്താണ്? ഇന്റഗ്രൽ dx ഇന്റഗ്രൽ dv എന്ന് വരും അല്ലെ. ഇന്റഗ്രൽ dv അല്ലെ. അപ്പൊ എന്താ വരിക? ഇന്റഗ്രൽ dx dy dz എന്ന് വരും അല്ലെ. ഇനി ഇവിടെ വിത്ത് റെസ്പെക്ട് ടു x ഉണ്ട്, y ഉണ്ട്, z ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എന്താവും? ട്രിപ്പിൾ ഇന്റഗ്രൽ ആവും അല്ലെ. അപ്പൊ v ഈക്വൽ ടു ഇന്റഗ്രൽ dx ഇന്റഗ്രൽ dy ഇന്റഗ്രൽ dz എന്ന് കിട്ടും അല്ലെ. ഇനി എക്സിലും വൈയിലും സെറ്റിലും ലിമിറ്റ് ഇട്ട് കൊടുക്കുക. എക്സിൽ എത്രയാണ്? 0 to L, വൈയില് 0 to B, സെറ്റില് 0 to H അല്ലെ. അപ്പൊ 0 to L, 0 to breadth, 0 to height അല്ലെ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്, ഇന്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ y ആണ്, ഇന്റഗ്രൽ dz എന്ന് പറഞ്ഞാൽ എന്താണ്? z ആണ് അല്ലെ. അപ്പൊ ലിമിറ്റ് 0 to L, 0 to B, 0 to H. സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ L - 0, B - 0, H - 0 എന്ന് കിട്ടും. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് കിട്ടും അല്ലെ. അറിയാവുന്നതാണ്, പക്ഷെ ഇങ്ങനെയാണ് അതിന്റെ മെത്തേഡ്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഇനി നാളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാർട്ടീഷ്യൻ സിസ്റ്റം മനസ്സിലായല്ലോ അല്ലേ. നമ്മൾ സാധാരണ എക്സ് വൈ സെഡ് 3 പെർപെൻഡിക്കുലർ ലൈൻസ് എടുക്കും 3 ഡയറക്ഷനിൽ. അതിന് എക്സ് വൈ സെഡ് എന്നാണ് സാധാരണ പറയാറുള്ളത്. ജനറൽ ആയിട്ട് Q1, Q2, Q3 എന്ന് പറയും. ഓക്കെ, അതിന്റെ എന്തൊക്കെ പറഞ്ഞേ? ലെങ്ത് എലമെന്റ് പറഞ്ഞു, അതുപോലെ മെട്രിക് എലമെന്റ് പറഞ്ഞു, ഏരിയ എലമെന്റ് പറഞ്ഞു, വോളിയം എലമെന്റ് പറഞ്ഞു. ഏതൊരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ പഠിക്കുമ്പോഴും ഈ 4 എലമെന്റ് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു.